ശ്രീമദ് ദേവി ഭാഗവതം 17-ാം അധ്യായം തുടർച്ച. ശുകൻ: ഇവിടെ എന്തിനു വന്നു ഞാനെന്നതു തവ വചസ്സൊന്നുകൊണ്ടുടൻ സിദ്ധമായി മനുജരെ കടത്താതെ കണ്ടുള്ളൊരീ ജനപദമൊന്നു കാൺമാൻ തിരിച്ചു ഞാൻ. കലമതി ഞാൻ കടന്നു പോന്നു ഗ്രമാമലകൾ രണ്ടു മറ്റേറെ സ്ഥലങ്ങളും പെരുമ പെറ്റൊരിന്നാടു വാഴുന്ന ഭൂവരനെ നേരിട്ടു കാൺമാൻ കൊതിക്കയാൽ പിതൃവചസ്സിനാൽ വഞ്ചിതനായി ഞാൻ അതിനു കുറ്റപ്പെടുത്തേണ്ടതാരെയാം. വിലയമറ്റു പെരുക്കും പണക്കൊതിയുലകു ചുറ്റി നടത്തുന്നു മർത്യനെ അതു തരുമ്പുമിങ്ങല്ലെന്നിരിക്കിലും ഇതു കണക്കു മോഹത്താലുഴന്നു ഞാൻ. നെടിയ മോഹത്തിൽ മുങ്ങാതെ ആഗ്രഹം വെടിയുവോനതിസൗഖ്യമാണെപ്പോഴും വിടുകിലും പുനരാശ ഞാൻ മോഹത്തിൻ നടുവിലാണ്ടു കഴിയുന്നു കഷ്ടമേ. മിഥിലയെങ്ങിതു മേരുവതെങ്ങുവാൻ ശ്ലഥ മനസ്സെത്ര ദൂരം നടന്നു ഞാൻ. അകലമിത്ര നടന്നതിനെന്തൊരു വക എനിക്കു ലഭിക്കുന്നു ദൈവമേ. അനുഭവിക്കണം പ്രാരാബ്ധ കർമ്മത്തിനനുസരിച്ചിഹ നന്മയും തിന്മയും അതിനു കീഴിൽ പ്രയത്നങ്ങളൊക്കെയും എതിനും അക്കർമ്മമല്ലോ നിയാമകം. ഇവിടെ വേദവുമില്ലൊരു തീർത്ഥവും ശിവശിവ പിന്നെ എന്തിനിങ്ങെത്തി ഞാൻ. പുരിയിലൊന്നു കടക്കുവാൻ കൂടിയുമരുതു ഭൂപൻ വിദേഹനുമാണുപോൽ അരുളി ഇത്രയുമെന്നിട്ടു മൗനമായി മരുവിയശുകനപ്പൊഴക്കാവലാൾ വിനയമായി ചൊല്ലി ഇച്ഛ പോലങ്ങു പോകിനി മഹാത്മൻ പൊറുക്കേണമെൻ പിഴ. പ്രതിവചിക്കയായി ദൈവായനാത്മജൻ ഇതിൽ നിനക്കെന്തു വന്നെടോ കൈപ്പിഴ. ഭൃതകനാത്മപ്രഭുവിൻ്റെ കൽപ്പന സതതമാചരിക്കേണ്ടതാവശ്യമാം. അരികിലെത്തുന്ന മർത്യനെ കള്ളനോ അരിയോ എന്നു നോക്കേണ്ടതും വേണ്ടതാം. നിയതമിങ്ങനെ നോക്കിയാലില്ലടോ പ്രിയമതേ പിഴ നിങ്കലൊരൽപ്പവും. കരുതുകിൽ പിഴയെങ്കലാണുള്ളതു പരഗൃഹത്തിലണകലഘുത്വമാം. ദ്വാരപാലകൻ: പറക, സൗഖ്യവും ദുഃഖവുമെന്തുവാനൊരു ഫലമെന്തു സൗഖ്യമിച്ഛിപ്പതിൽ. അരികളാര് ബന്ധുക്കളുമാരിവ തിരിയുമാറരുൾ ചെയ്യുക ഭൂസുര. ശുകൻ: പുരുഷരാശയുള്ളോര രതിയില്ലാത്തവരിരുതരക്കാരിഹത്തിലുണ്ടിങ്ങനെ അവരിലാശയില്ലാത്തവർ പിന്നെയും ത്രിവിധം ഉത്തമ മധ്യമാദ്യങ്ങളാൽ. ഇരുതരം പുനരാശയുള്ളോരവർ അറിക സൗമ്യസമർത്ഥരും മൂർഖരും. കരുതുകിൽ ബുദ്ധിശാസ്ത്രമിവറ്റയാൽ വരുമെടോ രണ്ടു മട്ടിൽ സമർത്ഥത. അതിലഹോ യുക്തിയുള്ളതില്ലാത്തതുമിതി ധരിക്കണം രണ്ടുണ്ടു ബുദ്ധിയും.